ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് $3000 നമ്മൾക്ക് മാസത്തിൽ ലഭിക്കുന്ന ഒരു അപ്ഡേഷനാണ്. പുതിയൊരു ടൂളാണ് ഇത്. നമ്മൾക്ക് $3000 ഏകദേശം ഇന്ത്യൻ റുപ്പീസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 3000 ഇൻറ്റു നിലവിൽ 94.01 ആണ്. 2,82,031 രൂപയോളം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് എന്താണ് സംഭവം എന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സ് എന്നുള്ള ID നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഒരു അപ്ഡേഷൻ, ന്യൂ വേ ടു സ്റ്റാർട്ട് ഏർണിംഗ് ആൻഡ് ഗ്രോയിങ് ഓൺ ഫേസ്ബുക്ക്. പുതിയൊരു അപ്ഡേഷൻ ആണ് ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻട്രൊഡ്യൂസിങ് ക്രിയേറ്റർ ഫാസ്റ്റ് ട്രാക്ക്. ഈ ഒരു ടൂളിന്റെ പേരാണ് ക്രിയേറ്റർ ഫാസ്റ്റ് ട്രാക്ക്. A 3-month program with a guaranteed pay for sharing your eligible reels on Facebook. ഇത് ഒരു 3 മാസത്തെ ഒരു പ്ലാനിങ് ആണ്. ഗ്യാരണ്ടീഡ് പേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എമൗണ്ട് ലഭിക്കും ഫോർ ഷെയറിങ് യുവർ എലിജിബിൾ റീൽസ് ഓൺ ഫേസ്ബുക്ക്. എലിജിബിൾ ആയിട്ടുള്ള റീൽസ് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റർ ഫാസ്റ്റ് ട്രാക്ക് ഗെറ്റ്സ് യു. ഇത് ഈ ടൂള് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ക്യാഷ് ജസ്റ്റ് ഫോർ പോസ്റ്റിംഗ്. അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇതിന്റെ കൗണ്ട്, വ്യൂ കൗണ്ടോ വേറെ ഒന്നും നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതിൽ കാണിക്കുന്നത് ഇൻക്രീസ്ഡ് റീച്ച് ടു ഗ്രോ യുവർ ഫോളോവേഴ്സ് ഫാസ്റ്റർ. നമ്മളുടെ ഫോളോവേഴ്സിനെ കൂടുതൽ പെട്ടെന്ന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആക്സസ് ടു ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ, നോ വൈറ്റ് ലിസ്റ്റ്. അതായത് പെട്ടെന്ന് നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൗ മച്ച് വിൽ യു ഗെറ്റ്, അതായത് നമ്മൾക്ക് എത്രത്തോളം എമൗണ്ട് ലഭിക്കും. അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത് മന്ത്ലി പേയ്മെന്റ് ആർ ബേസ്ഡ് ഓൺ യുവർ ഫോളോവേഴ്സ് കൗണ്ട് ഓൺ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് ഓർ യൂട്യൂബ്. നമ്മളെ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലെയും സബ്സ്ക്രൈബേഴ്സിന്റെയും ഫോളോവേഴ്സിന്റെയും കൗണ്ട് നോക്കിയിട്ടാണ് നമുക്ക് നിലവിൽ ഇവിടെ ഏർണിങ്സ് ലഭിക്കുന്നത്. ഫേസ്ബുക്കിന്റെ ഫോളോവേഴ്സെ ഇവിടെ നോക്കുന്നില്ല. പക്ഷെ നമുക്ക് ലഭിക്കുന്ന ഏർണിങ്സ് ഫേസ്ബുക്കിൽ നിന്നായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് 100 to 450 എ മന്ത്. പിന്നെ ഇഫ് യു ഹാവ് 20K ഫോളോവേഴ്സ്, 1 lakh ഒന്ന് കുറവ് ഫോളോവേഴ്സ്. അതായത് 20Kക്കും അതുപോലെ തന്നെ 1,00,000ന്റെയും ഇടയിലുള്ള ഫോളോവേഴ്സ് ഉള്ളവർക്ക് ഇതിൽ ഏതും ആവാം. ഇത് ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഓർ യൂട്യൂബ്, ഈ 3-ൽ ഏതും ആവാം. 100ന്റെയും 450ന്റെ 20Kന്റെയും അതുപോലെ തന്നെ 1,00,000ന്റെയും ഇടയിൽ ഫോളോവേഴ്സ് ഉള്ളവർക്ക് മാസത്തിൽ $100 മുതൽ $450 വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇഫ് യു ഹാവ് 100K ഓർ മോർ ഫോളോവേഴ്സ്, 100K ഫോളോവേഴ്സിന്റെ മുകളിലുള്ളവർക്ക് മാസത്തിൽ $1000 വെച്ചിട്ടും കൊടുക്കുന്നുണ്ട്. ഇത് 3 മാസത്തെ പ്രോഗ്രാമാണ്. 3 മാസം ശമ്പളം കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പൊ നിലവിൽ ഫേസ്ബുക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ നോക്കുമ്പോഴത്തേക്ക് 3,000 എ മന്ത് ഇഫ് യു ഹാവ് 1 million ഓർ മോർ ഫോളോവേഴ്സ്. നമ്മൾക്ക് 1 million അതിന്റെ മുകളിലും ഫോളോവേഴ്സ് ഉള്ളവർക്ക്, യൂട്യൂബിൽ സബ്സ്ക്രൈബ്, ഇൻസ്റ്റയിലും ടിക്ടോക്കിലും ഫോളോവേഴ്സ് ഉള്ളവർക്ക് $3000 വെച്ചിട്ട്, അത് ഞാൻ പറഞ്ഞ 2,82,000 രൂപയോളം വരുന്നുണ്ട്. ഇന്ത്യന്റെ 82,031 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും എമൗണ്ട് ഫേസ്ബുക്ക് കൊടുക്കുന്നുണ്ട്. 3 മാസത്തെ പ്രോഗ്രാമാണ്. പ്ലസ് ഇൻക്രീസ്ഡ് റീച്ച് ടു ഹെൽപ്പ് യു ഗ്രോ ഫോളോവേഴ്സ് ഫാസ്റ്റർ ആൻഡ് ഇമ്മീഡിയറ്റ് ആക്സസ് ടു ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ. നമുക്ക് പെട്ടെന്ന് ആ ടൂള് ലഭിക്കാനുള്ള സാധ്യതയും കൂടും. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ കണ്ടിന്യൂ ടു ഏൺ ഫ്രോം ഫോട്ടോസ്, ടെക്സ്റ്റ് ആൻഡ് സ്റ്റോറീസ്. അത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദ റിക്വയർമെന്റ്, ഫേസ്ബുക്ക് എന്താണ് പറയുന്നത്? ദ റിക്വയർമെന്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൽ മന്ത്ലി പേയ്മെന്റ് ആർ ബേസ്ഡ് ഓൺ യുവർ ഫോളോവേഴ്സ് കൗണ്ട് ഓൺ ഇൻസ്റ്റഗ്രാം. നമ്മൾ പേയ്മെന്റ് നമ്മളുടെ ഇൻസ്റ്റയിലും ടിക്ടോക്കിലും യൂട്യൂബിലുള്ള ഫോളോവേഴ്സും സബ്സ്ക്രൈബ്സിനെ അനുസരിച്ചിട്ടായിരിക്കും. ഇതിൽ പറയുന്ന റിക്വയർമെന്റ് 15 റീൽസ് പെർ മന്ത് മസ്റ്റ് ബി പബ്ലിക് യുവർ ഒറിജിനൽ വർക്ക് ആൻഡ് ന്യൂ ടു ഫേസ്ബുക്ക്. 15 റീല് ഒരു മാസത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. മസ്റ്റ് ബി പബ്ലിക്കിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. യുവർ ഒറിജിനൽ വർക്ക്, നിങ്ങളുടെ തന്നെ വർക്കായിരിക്കണം. നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കണം. പോസ്റ്റ് ഓൺ 10 സെപ്പറേറ്റ് ഡേയ്സ്. എല്ലാം ഒരൊറ്റ ദിവസം തന്നെ ഈ 15 റീൽ അപ്ലോഡ് ചെയ്യരുത്. 10 ഡിഫറെന്റ് ഡേയിലായിരിക്കണം നിങ്ങൾ ഈ 15 റീൽ വെച്ചിട്ട് ഒരു മാസത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടത്.
പിന്നെ അതുപോലെ തന്നെ ടിപ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ദേ ഡോണ്ട് ഹാവ് എനി അതർ പ്ലാറ്റ്ഫോം വാട്ടർമാർക്ക്. അതായത് യൂട്യൂബിന്റെ വാട്ടർമാർക്കോ ടിക്ടോക്കിന്റെ വാട്ടർമാർക്കോ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്ടർമാർക്കോ ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. ദ എലിജിബിലിറ്റി റൂൾസ്, ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ദ എലിജിബിലിറ്റി റൂൾസ്, ഇത് എലിജിബിലിറ്റി ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിലവിൽ ഇത് US-ലും കാനഡയിലും ഉള്ള ആൾക്കാർക്കാണ് ലഭിക്കുന്നത്. അതായത് 18 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം. അതും US-ലും കാനഡയിലും ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഹാവ് നോട്ട് പോസ്റ്റഡ് എ ഫേസ്ബുക്ക് റീൽസ് ഇൻ ദ പാസ്റ്റ് മന്ത്. ഈ കഴിഞ്ഞ 6 മാസം വരെ ഉപയോഗിക്കാതെ ഫേസ്ബുക്കിലുള്ളവർക്കാണ് ഈ ഒരു ക്രൈറ്റീരിയ വരാനുള്ള, ഈ ഒരു ടൂള് വരാനുള്ള, ഇൻവിറ്റേഷൻ വരാനുള്ള സാധ്യത ഉള്ളത്. അതിന്റെ തൊട്ട് അടിയിൽ കൊടുത്തിരിക്കുന്നത് യു മസ്റ്റ് പ്രൊവൈഡ് യുവർ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഓൺ യൂട്യൂബ് ഹാൻഡിൽസ് ഡ്യൂറിംഗ് ദ ആപ്ലിക്കേഷൻ പ്രോസസ് ദാറ്റ് ഹാസ്. 3 പ്ലാറ്റ്ഫോമിലും ഈ ഒരു പിന്നെ ഫോളോവേഴ്സും അതുപോലെ തന്നെ വ്യൂസ് ഒക്കെ ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് ഈ എമൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. ഇൻവൈറ്റ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു അപ്ഡേഷൻ, ഈ ഒരു ടൂള് ലഭിക്കുക. അത് 3 മാസത്തെ പ്രോഗ്രാമാണ്. ഇത് സത്യത്തിൽ ഫേസ്ബുക്ക് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ അമേരിക്ക, കാനഡ എന്നുള്ള രാജ്യങ്ങളിലൊക്കെ കൂടുതലും യൂട്യൂബ് ടിക്ടോക്കിനൊക്കെയാണ് കൂടുതലും പ്രാധാന്യം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ വളരെ ചുരുക്കമാണ് ഈ അമേരിക്കയിലും കാനഡയിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഫേസ്ബുക്കിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ് ആണിത്. അപ്പോൾ നിലവിൽ ഫ്യൂച്ചറിൽ ഇന്ത്യയിൽ വരുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റൂല. മേ ബി വന്നിരിക്കാം, പക്ഷെ നിലവിൽ അതിന്റെ സാഹചര്യം ഇല്ല. കാരണം ഇന്ത്യയിൽ കണ്ടമാനം ഫേസ്ബുക്ക് ക്രിയേറ്റർമാർ ഉണ്ട്. ഇപ്പം കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് വന്നതോടെ ഒരുപാട് ക്രിയേറ്റേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പം നിലവിൽ ഇന്ത്യയിൽ അതിന്റെ ആവശ്യമില്ല എന്നായിരിക്കും എൻ്റെ ഒരു തോന്നല്. ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകുമോ ഇല്ലയോ അതും പറയാൻ പറ്റില്ല. അപ്പം നിലവിൽ ഈ ഒരു ക്രൈറ്റീരിയ, ഈ ഒരു സംഭവം, ഈ ഒരു ടൂള് കൊടുക്കുന്നത് അമേരിക്കയിലും കാനഡയിലും മാത്രം, അതും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം. അപ്പം ഇതുപോലുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. എല്ലാവരും 2.5 ലക്ഷം 3 ലക്ഷം കിട്ടുന്നുണ്ടെല്ലാം പറഞ്ഞാണ് ഇതിന്റെ റീല് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.